നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. മോനെ, നീ വന്നല്ലോ, സമാധാനായി. തെറ്റിദ്ധരിച്ചു പോയി, ക്ഷമിക്ക. സാരമില്ലെങ്കിൽ ക്ഷമിക്കാനും പൊറുക്കാനും അങ്ങനൊന്നും പറയണ്ട. അതൊരു വെറും തെറ്റിദ്ധാരണയായിരുന്നെന്ന് എനിക്കറിയാമായിരുന്നല്ലോ. എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണത്. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു സന്ദർഭം ഉണ്ടാവുമെന്ന് ഞാൻ അന്നേ ഉറപ്പിച്ചിരുന്നു. പക്ഷേ അതിത്ര വേഗത്തിലുണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല. അങ്കിളിന് അതിൽ കുറ്റബോധമൊന്നും തോന്നേണ്ട കാര്യമില്ല. മോനെ, എല്ലാ കിഷന്റെ പണിയായിരുന്നു. നിന്നോട് അവനെന്തോ പകയുണ്ട്. അത് നേരിട്ട് തീർക്കാൻ വയ്യാത്തോണ്ട് അവൻ കണ്ട കുറുക്കോഴിയായത്. അവനൊരു മഹാകള്ളനാണെങ്കിൽ മുമ്പൊരിക്കൽ നാഥൻ ചേട്ടന്റെ കയ്യിൽ നിന്ന് പണം പിടിച്ചു പറിക്കാൻ ശ്രമിച്ചപ്പോൾ ഞാൻ അവനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചിരുന്നു. അതിന്റെ ഒരു ഇഷ്ടക്കേട് കാണുവാന്. പക്ഷേ അവൻ ഇങ്ങനെയൊക്കെ ചെയ്യാമോ? എത്ര തന്ത്രപരമായിട്ട് അവൻ കാര്യങ്ങൾ ചെയ്ത്. മോന്റെ ഷർട്ട് മോഷ്ടിച്ച് കണ്ടാൽ മോനെ പോലെ ഇരിക്കുന്ന ഒരുത്തനെ കണ്ടുപിടിച്ച് ആ ഷർട്ട് അവനെ ധരിപ്പിച്ചു കൊണ്ട് നിർത്തി സന്ദീപിന്റെ ആളാണെന്ന ഭാവത്തില് സന്ദീപിന് വേണ്ടി ചെയ്തതാണെന്ന മട്ടില് ചെയ്യുക. സത്യത്തില് മോനെ, ആ പയ്യനെ കണ്ടാല് നീ അല്ലെന്ന് പറയില്ല. അന്ന് പകല് നമ്മൾ തമ്മിൽ കുറച്ച് സംസാരിക്കുകയും ചെയ്തല്ലോ. എല്ലാം കൂടി ഒത്തുവന്നപ്പോ ഞാൻ സംശയിച്ചു പോയി അത് നീയാണെന്ന്. സാരമില്ലെങ്കിൽ എല്ലാം തെളിഞ്ഞു വന്നല്ലോ. ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട. അന്ന് ദൈവൂട്ടി പോലെ എന്നെ വിശ്വസിക്കാതെ തള്ളി പറഞ്ഞപ്പോൾ ഞാൻ ആകെ തകർന്നുപോയി. അങ്ങനെ ഞാൻ നാട്ടിലേക്ക് തിരിച്ചു പോയത്. പിന്നെ ഇപ്പൊ തിരിച്ചു വന്നത്? സൗപർണിക കസ്തൂരിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. തെറ്റിദ്ധരിച്ചതിന് ക്ഷമയൊക്കെ പറഞ്ഞു. എനിക്കിപ്പോ സൗപർണികയുടെ ക്ഷമാപണമൊന്നും വേണ്ട. അവളുടെ പിണക്കം മാറിയെന്ന് കേൾക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അത് കേട്ടു. അന്നേരം ഞാൻ പുറപ്പെട്ടു. നന്നായി മോനെ. നിന്റെ വലിയ മനസ്സിനെ കുറിച്ച് ചിന്തിക്കാതെയാ ഞങ്ങൾ നിന്നെ തെറ്റിദ്ധരിച്ചത്. അത് കഴിഞ്ഞു. ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട. അതങ്ങ് മറന്നേക്ക്. വന്നുവല്ലേ? ആ, തെറ്റിദ്ധാരണകൾ കൊണ്ട് രണ്ടുപേർ അകന്നു പോകുമ്പോ ഒരു വേദനയുണ്ടാവും, സ്വാഭാവികമാണത്. എന്നാൽ ആ തെറ്റിദ്ധാരണകളൊക്കെ മാറി വീണ്ടും കൂടിച്ചേരുമ്പോഴുള്ള മധുരമുണ്ടല്ലോ, അതിന്റെ സുഖമുണ്ടല്ലോ, അത് പിരിയുമ്പോഴുണ്ടാവുന്ന വേദനയുടെ പല മടങ്ങാണ്. അത് ശരിയാ വിദ്യമ്മേ. ഇപ്പോഴത്തെ എന്റെ സന്തോഷം പറഞ്ഞറിയിക്കാനാവാത്തതാ. ഇപ്പോഴത്തെ എന്റെ ഈ വരവിന് പിന്നിൽ ഉറപ്പിച്ചെടുത്തൊരു തീരുമാനമുണ്ട്. എന്ത് തീരുമാനം? അങ്കിൾ എന്നോട് പറഞ്ഞു, ഞാനിങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുന്നതിന്റെ പേരിൽ സൗവർണയ്ക്ക് ചീത്തപ്പേരുണ്ടാവുന്നു. അതുണ്ടാകാതിരിക്കാനുള്ള തീരുമാനം എടുത്തിട്ടാങ്കിലേ ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. അത് അന്നേരത്തൊരാവേശത്തിന് പറഞ്ഞു പോയതല്ലേ? അങ്കിള് പറഞ്ഞാൽ ന്യായമുണ്ട്, സത്യമുണ്ട്. അതെല്ലാം ചിന്തിച്ച് തീരുമാനം എടുത്തിട്ട് തന്നെ ഞാൻ വന്നിരിക്കുന്നത്. സൗപർണികയെ വിവാഹം കഴിച്ച് ഞാൻ എൻ്റെ ഒപ്പം കൊണ്ടുപോകും. എന്തൊക്കെ എതിർപ്പുകൾ ഉണ്ടായാലും ഇനി അത് വച്ച് നീട്ടുന്നില്ല. നടന്നിരിക്കും, നടപ്പാക്കിയിരിക്കും. ശരി വിദ്യമ്മേ. അവന്റെ വരവറിയാൻ കാത്തിരിക്കുന്ന ഒരാളുണ്ട്. ചെന്നറിയിക്ക്, അവൻ വന്നിട്ടുണ്ടെന്ന്. കൊണ്ടുപോകാനുള്ള തീരുമാനവുമായി വന്നിട്ടുണ്ടെന്ന് പറയാം വിദ്യാമ്മേ, ഇപ്പൊ പറയാം. ഇപ്പൊ തന്നെ പറയാം.